പുതിയ സൗദി അറേബ്യ ഒരുപാട് മാറ്റങ്ങളുടെ സൗദി അറേബ്യയാണ്. മുമ്പ് സൗദി അറേബ്യയിൽ പോയിട്ടുള്ള ഒരു മനുഷ്യർക്കും ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള മാറ്റങ്ങളും വികസനങ്ങളും ഒക്കെയാണ് സൗദി അറേബ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഒരു സന്തോഷകരമായ ഒരു വാർത്ത കണ്ടു. മുഖംമൂടികളൊക്കെ വെച്ച് സൗദി പൗരന്മാര് റോഡിലിറങ്ങി ഹാലോവിൻ ഡേ ആഘോഷിക്കുന്നു. ഈ ആഘോഷങ്ങളൊക്കെ സൗദി അറേബ്യ വർഷങ്ങൾക്ക് മുമ്പ് നിരോധിച്ചിരുന്ന കാര്യമാണ്. ഇപ്പോൾ പരസ്യമായിട്ട് നിരോധനമൊക്കെ നീക്കി പരസ്യമായി ജനങ്ങൾക്ക് ഇത്തരം വെസ്റ്റേൺ കൾച്ചറിലുള്ള ആഘോഷങ്ങളൊക്കെ നടത്താമെന്നുള്ള അവസ്ഥയിലേക്കൊക്കെ സൗദി അറേബ്യ തിരികെ വന്നിട്ടുണ്ട്. വാഹനം ഓടിക്കാനായിട്ട് സ്ത്രീകൾക്ക് അനുവാദം കൊടുത്തതുൾപ്പെടെ സ്റ്റേജ് ഷോകൾ, സിനിമാ തിയേറ്ററുകൾ, വമ്പൻ മാളുകൾ എന്ന് വേണ്ട എല്ലാ തരം എൻ്റർടൈൻമെൻറ്റുകളെയും ഒക്കെ അനുവദിച്ചു കൊടുക്കുന്ന തരത്തിലേക്ക് സൗദി അറേബ്യ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. സൗദി അറേബ്യ ഇന്ന് ലക്ഷ്യം വെക്കുന്ന വികസനം എന്ന് പറയുന്നത് പലരെയും ഭ്രമിപ്പിക്കുന്ന, അതിശയിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന വികസന പദ്ധതികളാണ് ഓരോ ദിവസവും സൗദി അറേബ്യ ഇങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന രാജകുമാരൻ ഭരണകാര്യങ്ങളിലേക്ക് ഇടപെട്ട് തുടങ്ങിയതോടുകൂടിയാണ് സൗദി അറേബ്യയിൽ ഇത്രയും വലിയ മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ വിഷൻ 2030 എന്ന് പറയുന്ന സ്വപ്നതുല്യമായ പദ്ധതികളാണ് ഇതിന് തുടക്കം കുറിച്ചത് എന്ന് വേണം പറയാൻ. സൗദി അറേബ്യ ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമാണ്. സൗദി അറേബ്യ പ്രഖ്യാപിക്കുന്ന പ്രോജക്റ്റുകളൊക്കെ കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ലോകം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 500 മീറ്റർ ഉയരമുള്ള 170 കിലോമീറ്റർ നീളമുള്ള ദ മിറർ ലൈൻ എന്ന് പറയുന്ന ഒരു പുതിയ പ്രോജക്റ്റാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് സൗദി അറേബ്യ പുതിയതായിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഈ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊമോ വീഡിയോ എല്ലാം സൗദി അറേബ്യ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. ആ പ്രൊമോ വീഡിയോ തന്നെ 50 മില്യൺ ആൾക്കാരാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. ഈ പ്രോജക്റ്റിൻ്റെ പ്രഖ്യാപനം കേട്ടപ്പോൾ പലരും പറഞ്ഞത് ഇതൊരു ഭ്രാന്തമായ പദ്ധതിയാണ് എന്നാണ്. 170 കിലോമീറ്റർ ദൂരത്തിൽ കുന്നുകളൊക്കെ ഇടിച്ചു നിരത്തി മരുഭൂമികളിലൂടെ കടന്നു പോകുന്ന അമ്പരചുംബിയായ കെട്ടിട നിർമ്മിതിയുടെ വലിയ ഒരു രൂപം. ശരിക്കും പറഞ്ഞാൽ 500 മീറ്റർ ഹൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ ഉയരമാണ് ഈ 500 മീറ്റർ എന്ന് പറയുന്നത്. ഈ വൺ വേൾഡ് ട്രേഡ് സെൻറ്റർ പോലെയുള്ള 2000 വൺ വേൾഡ് ട്രേഡ് സെൻറ്ററുകൾ ഇങ്ങനെ ഒരേ വരിയായിട്ട് നിരത്തി വെച്ചാൽ കാണാൻ എങ്ങനെയുണ്ടാകും? അതുപോലെയുള്ള 2 വരികൾ, മൊത്തം 4000 വേൾഡ് ട്രേഡ് സെൻറ്ററുകൾ 2 വരികളിലായിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന കാഴ്ചയാണ് ഈ മിറർ ലൈൻ എന്ന് പറയുന്ന പ്രോജക്റ്റ്. ഇതിനിടയിൽ 200 മീറ്റർ അകലമാണ് ഈ 2 നിര കെട്ടിടങ്ങൾക്കും ഇടയിലുള്ളത്. ഇതിനകത്ത് 9 മില്യൺ മനുഷ്യർക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാം എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ ഹൈലൈറ്റ്. ഈ പ്രോജക്റ്റിനെ കുറിച്ച് അനൗൺസ് ചെയ്യുകയും ഇതിൻ്റെ പ്രൊമോ വീഡിയോ ഇൻ്റർനെറ്റിൽ തരംഗമാവുകയും ഒക്കെ ചെയ്തപ്പോൾ സാധാരണ മനുഷ്യർ, ഞാൻ ഉൾപ്പെടെയുള്ള മനുഷ്യരൊക്കെ എല്ലാവരും തന്നെ അത്ഭുതത്തോടെയാണ് ഈ പ്രോജക്റ്റിനെ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഈ പദ്ധതി എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്? ഈ പദ്ധതിയുടെ ഇംപ്ലിമെൻറ്റേഷനും കൺസ്ട്രക്ഷനും ഒക്കെ എങ്ങനെയായിരിക്കും? ഇത് പൂർത്തിയായി കഴിയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായി ഇത് മാറുമോ എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് ആകാംക്ഷയോടെ കാണുകയും അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരെല്ലാം കാത്തിരിക്കുന്നത്. ഇന്ന് ലോകത്ത് ഏത് രാജ്യത്തെ എടുത്തു നോക്കിയാലും അതിവേഗത്തിൽ രൂപാന്തര മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ എന്ന് നമുക്ക് കണ്ണുമടച്ച് പറയാൻ കഴിയും. കഴിഞ്ഞ കുറേ വർഷത്തെ 2016 ശേഷമുള്ള സൗദി അറേബ്യയെ നമ്മൾ എടുത്തു നോക്കിയാൽ അതിനു മുമ്പ് സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യുകയും അവിടെ ജോലി ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള അനുഭവമുള്ള മനുഷ്യരോട് ചോദിച്ചാൽ പറഞ്ഞു തരും 2016 മുമ്പുള്ള സൗദി അറേബ്യ എന്തായിരുന്നു, 2016 ശേഷമുള്ള ഇപ്പോഴുള്ള സൗദി അറേബ്യ എന്താണ് എന്നുള്ളതൊക്കെ. ഈ പ്രഖ്യാപനങ്ങളും പുതിയ പുതിയ പ്രോജക്റ്റുകളും ഒക്കെ സൗദി അറേബ്യ പ്രഖ്യാപിക്കുമ്പോൾ അവർ ഇത്രയും നാൾ കഴിഞ്ഞു കൂടിയിരുന്നത് എണ്ണ അടിസ്ഥാനമാക്കിയുള്ള വ്യവസായത്തിലൂടെയാണ്. എണ്ണ ഉൽപ്പാദക രാജ്യം എന്നുള്ള രീതിയിൽ എണ്ണ ഉൽപ്പാദിപ്പിച്ച് ലോകരാജ്യങ്ങളിലൊക്കെ കച്ചവടം ചെയ്ത് അതിൽ നിന്ന് കാശുണ്ടാക്കി സമ്പന്നമായി ജീവിച്ചിരുന്ന രാജ്യമാണ് സൗദി അറേബ്യ. എന്നാൽ സൗദി അറേബ്യ ഇപ്പോൾ ശ്രമിക്കുന്നത് വൈവിധ്യവൽക്കരണത്തിലാണ്.
എണ്ണയുടെ ഉൽപാദനമല്ലാതെ ടൂറിസത്തിലൂടെയും ടെക്നോളജിയിലൂടെയും ഒക്കെ അധിക വരുമാനം അല്ലെങ്കിൽ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തി രാജ്യത്തിൻ്റെ പുതിയ വികസന കാഴ്ചപ്പാട് അവതരിപ്പിച്ച് രാജ്യത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പുതിയ ഭരണാധികാരികളുടെ ലക്ഷ്യവും അവർ നടപ്പിലാക്കുന്ന പദ്ധതികളിലൂടെ അവർ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ ഭാവി എന്നർത്ഥം വരുന്ന നിയോം എന്ന മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് സൗദി അറേബ്യ അവരുടെ വികസന പദ്ധതികളെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നിയോം എന്ന് പറയുന്ന ഈ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതിനൂതനമായിട്ടുള്ള ഒരു സ്മാർട്ട് സിറ്റിയും വളരെ മാസീവായിട്ടുള്ള 3 മെഗാ പ്രോജക്റ്റുകളുമാണ്. അതിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ന് പറയുന്നത് ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന 8 വശങ്ങളുള്ള ഒക്സാഗൺ എന്ന് പേരിട്ടിട്ടുള്ള റെഡ് സീക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് പോർട്ടാണ്. ഇത് റെഡ് സീക്ക് സമീപത്തുള്ള റെഡ് സീയിലൂടെ കടന്നു പോകുന്ന ഷിപ്പ് റൂട്ടിനനുസരിച്ചാണ് ഇത് പണിഞ്ഞുയർത്താനുള്ള പദ്ധതിയും അതിൻ്റെ കൺസ്ട്രക്ഷനും ഒക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഈ നഗരത്തിന് പുറത്തായിട്ട് തന്നെ ട്രോജന എന്ന പേരിൽ ഒരു ഔട്ട്ഡോർ സ്കീയിങ് യൂണിറ്റും അവർ പണിതുയർത്തുന്നുണ്ട്. നമുക്കറിയാം സ്വിറ്റ്സർലൻഡിലും ആൽപ്സിലും ഒക്കെ പോയിട്ട് ആൾക്കാർ സ്കീയിങ് നടത്തുന്നതും സ്കീയിങ്ങുമായിട്ടുള്ള വിനോദങ്ങൾക്ക് വേണ്ടി മാത്രം ആൾക്കാരെ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതും ഒക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടും കണ്ടിട്ടും സിനിമകളിലൊക്കെ ആ സ്ഥലങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അതിനെ അനുസ്മരിപ്പിക്കുന്ന ഇൻഡോർ ആയിട്ടുള്ള ഒരു സ്കീയിങ് ഏരിയ ഈ ഐസ് കൊണ്ട് മൂടിയൊരു പ്രദേശം ദുബായിൽ UAE ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഔട്ട്ഡോർ ആയിട്ട് തന്നെ വളരെ വലിയ ഒരു സ്കീയിങ് ഏരിയയാണ് സൗദി അറേബ്യ പദ്ധതിയിട്ട് നടപ്പിലാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ രൂപരേഖകളൊക്കെ തയ്യാറാക്കി അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥലത്ത് വെച്ച് എല്ലാ തരത്തിലുള്ള കലാപരിപാടികളും വിനോദങ്ങളും നടത്താനുള്ള സൗകര്യമൊരുക്കി വർഷത്തിൽ എല്ലാ ദിവസവും ഈ സ്ഥലം പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന രീതിയിലൊക്കെയാണ് ഇതിൻ്റെ എഞ്ചിനീയറിംഗ് ഡിസൈനൊക്കെ അവർ ചെയ്തിരിക്കുന്നത്. ഈ പദ്ധതികളൊക്കെ പൂർത്തിയാവുന്നതോടുകൂടി സൗദി അറേബ്യ ലോകത്തിൻ്റെ ശ്രദ്ധാ കേന്ദ്രമായി തീരും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇത്രയും വലിയ പ്രോജക്റ്റുകളാണ് ഇതൊക്കെ എങ്കിലും ശരിക്കും ലോകത്ത് ഉള്ള ആൾക്കാർ കൂടുതലായിട്ട് ഇപ്പോഴും സൗദി അറേബ്യയുടെ ഈ പ്രോജക്റ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരുടെയും മനസ്സിലും അല്ലെങ്കിൽ ചിന്തകളിലും ആദ്യം വരുന്നത് മിറർ ലൈൻ എന്ന് പറയുന്ന ആ കണ്ണാടി സൗധം തന്നെയാണ്. സൗദി അറേബ്യയിലെ റെഡ് സീക്ക് അരികിലുള്ള അക്വാബ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ നഗരത്തിൻ്റെ പണി തുടങ്ങുന്നത്. അവിടെ നിന്ന് 170 കിലോമീറ്റർ ഉള്ളിലേക്ക് സൗദി അറേബ്യയുടെ ഉള്ളിലേക്കാണ് ഈ നഗരം പണിതുയർത്താൻ പോകുന്നത്. ഇതിൻ്റെ വഴികളിലൊക്കെ കുന്നുകളുണ്ട്, മരുഭൂമികളുണ്ട്. ഇതെല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ടാണ് ഈ വലിയ നിർമ്മിതി അവർ നടത്തിയെടുക്കാൻ പോകുന്നത്. 500 മീറ്റർ ഉയരമുള്ള 170 കിലോമീറ്റർ നീളമുള്ള 2 കെട്ടിടങ്ങൾക്ക് ഇടയിൽ 2 നിർമ്മിതികൾക്കുമിടയിൽ 200 മീറ്റർ അകലമുള്ള പുറം ഭാഗം മുഴുവൻ ഗ്ലാസ് കൊണ്ട് പൊതിഞ്ഞ ഒരു അത്ഭുത നഗരമാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഇത് നിർമ്മാണം അതുപോലെ തന്നെ പൂർത്തിയാക്കുകയാണെങ്കിൽ അത്ഭുത നഗരം തന്നെയായി മാറും എന്നുള്ളതിനും സംശയമില്ല. ഓഫീസുകളും പാർക്കുകളും വിദ്യാഭ്യാസം ചെയ്യാനുള്ള സംവിധാനങ്ങളും സ്കൂളുകളും പിന്നെ വീടുകളും ഒക്കെ ചേർന്ന് വളരെ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത്. ഈ 2 വശത്തുള്ള നിർമ്മിതികളെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള നടപ്പാതകളൊക്കെ ഒരുക്കി ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വച്ചിരിക്കുന്ന നഗരങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റിൻ്റെ പ്രധാന ലക്ഷ്യമെന്നാണ് പറയുന്നത്. ഈ നഗരത്തിനുള്ളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ വസ്തുക്കളെല്ലാം തന്നെ വെർട്ടിക്കൽ ഗാർഡനിങ്, വെർട്ടിക്കൽ ഫാമിംഗ് രൂപേണ ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ നിർമ്മിതിക്ക് പിന്നിലുണ്ട്. അതുപോലെ തന്നെ ഇതിലെ ഗതാഗത സംവിധാനങ്ങളൊക്കെ അത്യാധുനിക മാതൃകയിൽ നിർമ്മിക്കുകയും ഏതൊരു തരത്തിലുള്ള മലിനീകരണവും ഇത് മുഖാന്തരം ഉണ്ടാകാതിരിക്കുകയും ചെയ്യണമെന്നുള്ള കണിശതയൊക്കെ ഇതിൻ്റെ നിർമ്മാണത്തിൽ അവർ വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ യാട്ടുകളൊക്കെ അടുക്കിയിടാവുന്ന കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന കടലും 305 മീറ്റർ ഉയരത്തിലുള്ള ഒരു സ്പോർട്സ് സ്റ്റേഡിയവും ഒക്കെ ഈ പദ്ധതിയുടെ ഒപ്പം തന്നെ അവർ നിർമ്മിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും ഈ പദ്ധതിയെക്കുറിച്ച് കേൾക്കുമ്പോഴും ഈ വീഡിയോകളൊക്കെ കാണുമ്പോഴുമൊക്കെ ഇങ്ങനെ ഒരു നഗരം നിർമ്മിക്കാൻ സാധിക്കുമോ, ഇതൊരു ഭ്രാന്തൻ സ്വപ്നമായി മാത്രം അവശേഷിക്കുമോ എന്നൊക്കെ ചിന്തിക്കുന്ന, അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്ന ഒരുപാട് ആളുകളും മാധ്യമങ്ങളും രാജ്യങ്ങളുമൊക്കെ നിലവിലുണ്ട്.
സൗദി അറേബ്യയുടെ വിഷൻ 2030 അനുസരിച്ച് 2030 ആകുമ്പോഴേക്കും 1 മില്യൺ ആൾക്കാരെ ഈ മിറർ ലൈനിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ച് അതിനുള്ളിലേക്ക് താമസിപ്പിക്കണമെന്നാണ് സൗദി അറേബ്യ ലക്ഷ്യം വെക്കുന്നത്. ഈ ലക്ഷ്യവുമായിട്ട് സൗദി അറേബ്യ മുന്നിലേക്ക് പോകുമ്പോൾ സംശയിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അതിദുർഘടമായ പല സ്ഥലങ്ങളിലും പല ഘട്ടങ്ങളിലുമൊക്കെ അതിബൃഹത്തായിട്ടുള്ള നിർമ്മിതികൾ നടത്തി മനുഷ്യരെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന ലോകമാണിത്. അത്തരത്തിലുള്ള വമ്പൻ നിർമ്മിതികളൊക്കെ പല സ്ഥലങ്ങളിലും നിർമ്മിക്കാമെങ്കിൽ മിറർ ലൈന് പോലുള്ള ഒരു അത്ഭുതകരമായിട്ടൊരു ആശയം വികസിപ്പിച്ചെടുത്ത സൗദി അറേബ്യക്ക് തീർച്ചയായിട്ടും അതിനെ നടപ്പിലാക്കാനും വികസിപ്പിക്കാനും ആ പദ്ധതി സൃഷ്ടിച്ചെടുക്കാനും കഴിയും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ചരിത്രത്തിൽ ഇന്ന് വരെ നിർമ്മിച്ചെടുത്തിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പദ്ധതി തന്നെയാണ് ഈ മിറർ ലൈൻ എന്ന് പറയുന്നത്. ഇതിനെ ഇല്ലിനോയ്സിന്റെ ഒരു ഗ്രാൻഡ് പ്ലാനുമായിട്ടൊക്കെ ആൾക്കാർ ഇപ്പം താരതമ്യം ചെയ്യുന്നുണ്ട്. 60 വർഷങ്ങൾക്ക് മുമ്പാണ് ഇല്ലിനോയ്സ് ഈ ഗ്രാൻഡ് പ്ലാൻ അവതരിപ്പിച്ചത്. 1 മൈൽ ഉയരമുള്ള കെട്ടിടം നിർമ്മിച്ചെടുക്കുകയായിരുന്നു ഇല്ലിനോയ്സിന്റെ ലക്ഷ്യം. എന്നാൽ അത്തരത്തിലുള്ള പ്രോജക്റ്റ് നടപ്പിലാക്കി വിജയിപ്പിക്കാൻ ഇല്ലിനോയ്സിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ സൗദി അറേബ്യയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അത്ഭുതപ്പെടുത്തുന്ന നിർമ്മിതികൾ വിജയിപ്പിച്ച് അത് നടപ്പിലാക്കി ലോകത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ചരിത്രമൊന്നും സമീപ ഭാവിയിൽ സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ജിദ്ദ ടവർ എന്ന് പറയുന്ന ഒരു വലിയ നിർമ്മിതി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ പൂർത്തിയായിരുന്നുവെങ്കിൽ ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് എന്നുള്ള പേര്, ബിൽഡിംഗ് ഉണ്ടാക്കിയ രാജ്യം എന്നുള്ള പേരും സൗദി അറേബ്യക്ക് സ്വന്തമാകുമായിരുന്നു. എന്നാൽ ഇത്രയും വർഷത്തെ കൺസ്ട്രക്ഷനിടയിലും ആ കെട്ടിടം ഇതുവരെയും പൂർത്തിയായിട്ടില്ല എന്നുള്ളതും അത് അവര് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഉയരത്തിന്റെ 1/3 മാത്രമേ ഇതുവരെയും അവർക്ക് പൂർണ്ണമായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് സൈഡ് ഉള്ളപ്പോൾ തന്നെ മറ്റൊരു പോസിറ്റീവ് സൈഡ് ഉള്ളത്, ലോകത്തിന്നുള്ള ഏറ്റവും ഉയരമുള്ള കെട്ടിടങ്ങളുടെ കണക്കെടുത്താൽ അതിൽ 4ാം സ്ഥാനത്ത് ഉയരമുള്ള കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് സൗദി അറേബ്യയാണ്. അപ്പോൾ ഒരു വശത്ത് അവരെ തളർത്താനുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിലും മറുവശത്ത് ഉയർത്തെഴുന്നേറ്റ് ഇത് നിർമ്മിക്കാനുള്ള ശേഷിയും സൗദി അറേബ്യയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. സൗദി അറേബ്യയുടെ ഈ മിറർ ലൈൻ എന്ന് പറയുന്ന പദ്ധതിക്ക് ലോകരാജ്യങ്ങളുടെയൊക്കെ ശ്രദ്ധ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് മാധ്യമ ശ്രദ്ധയും ഈ പ്രോജക്റ്റിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇത്രയും മാധ്യമ ശ്രദ്ധയൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും ലോകരാജ്യങ്ങളിൽ ഒരുപാട് രാജ്യത്തെ ജനങ്ങൾ ഈ പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് എഴുതുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു വലിയ വിഭാഗം ആൾക്കാർ സൗദി അറേബ്യയുടെ ഈ പ്രോജക്റ്റിന് നേരെ സംശയങ്ങൾ ഉതിർക്കുകയും അവർ ഈ പ്രോജക്റ്റിന്റെ നേരായ നടത്തിപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് അവർ ഉന്നയിക്കുന്ന സംശയം എന്ന് പറയുന്നത്, സുസ്ഥിരമായൊരു നിർമ്മാണ പദ്ധതിയാണ് സൗദി അറേബ്യ ലക്ഷ്യം വെക്കുന്നതെങ്കിലും മലിനീകരണമില്ലാത്ത ജീവിത സാഹചര്യങ്ങളാണ് ഈ കെട്ടിടത്തിനുള്ളിൽ അവർ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതെങ്കിലും ഈ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ സമയങ്ങളിൽ പുറപ്പെടുവിക്കാവുന്ന അല്ലെങ്കിൽ പുറന്തള്ളാവുന്ന മാലിന്യത്തിന്റെ അളവ് ഒരു 4 വർഷം കൊണ്ട് UK മൊത്തമായിട്ട് പുറന്തള്ളുന്ന മാലിന്യങ്ങളുടെ അളവിന് തുല്യമായിരിക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇത്രയും വലിയ മാലിന്യങ്ങൾ പുറന്തള്ളിക്കൊണ്ട് ഇത്രയും ബൃഹത്തായ ഒരു നിർമ്മിതി ആവശ്യമാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. ഇതുകൂടാതെ മറ്റ് തരത്തിലുള്ള ചോദ്യം ചെയ്യലുകളും സൗദി അറേബ്യയുടെ നേരെ ഉണ്ടായി വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വസ്തുതകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ ജീവിക്കുന്ന ട്രൈബുകളെ കുറിച്ചാണ്. 100 കണക്കിന് വർഷങ്ങൾ കൊണ്ട്, നൂറ്റാണ്ടുകളായിട്ട് മരുഭൂമി സ്വന്തം വീടായി കണ്ട് മരുഭൂമിക്കുള്ളിൽ മാത്രം ജീവിക്കുന്ന ഒരുപാട് ട്രൈബ്സ് സൗദി അറേബ്യയിലുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായി 170 കിലോമീറ്റർ ദൂരത്തിൽ 200 മീറ്റർ വീതിയിലേക്ക് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ 20,000-ഓളം മനുഷ്യർക്ക് സ്വന്തം ഭൂമി നഷ്ടപ്പെടും. അവരെ എങ്ങനെയാണ് പുനരധിവസിപ്പിക്കാനായിട്ട് സൗദി അറേബ്യ പോകുന്നത് എന്നുള്ള ചോദ്യവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു വിഭാഗം ഉയർത്തുന്ന സംശയങ്ങൾ എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ തൊഴിൽ നിയമങ്ങൾ, പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് തൊഴിലെടുക്കാൻ വരുന്ന ആൾക്കാരോടുള്ള പെരുമാറ്റത്തിലും അവർക്ക് നൽകുന്ന തൊഴിൽ സംരക്ഷണത്തിലുമൊക്കെ സൗദി അറേബ്യയ്ക്ക് വേർതിരിവുണ്ട് എന്നും ചില ആൾക്കാർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കുന്നത് മിറർ ലൈൻ എന്ന് പറയുന്ന പ്രോജക്റ്റ് നടക്കാതിരിക്കരുത് എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആൾക്കാരാണോ എന്ന് വേണമെങ്കിലും സംശയിക്കാം. ഈ ഭൂമിയിൽ മനുഷ്യൻ അത്ഭുതപ്പെടുത്തുന്ന, നമ്മൾ ഞെട്ടിക്കുന്ന ഒരുപാട് നിർമ്മിതികളൊക്കെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്.
ഇത്തരം നിർമ്മിതികൾക്കൊക്കെ പിന്നിൽ ഒരുപാട് അധ്വാനവും ഒരുപാട് മനുഷ്യരുടെ ജീവനും സമയവും ഒരുപാട് ധനവും ഒക്കെ ചെലവഴിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മിറർ ലൈൻ എന്ന് പറയുന്ന അത്ഭുത നഗരം നമുക്ക് വേണമെങ്കിൽ ഒരു സാങ്കല്പിക ലോകത്ത് നിന്ന് സൃഷ്ടിച്ചെടുക്കുന്ന അതിമനോഹരമായ അതിശയകരമായ കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു സംവിധാനം സൗദി അറേബ്യ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ടും പല തരത്തിലുള്ള വെല്ലുവിളികൾ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എന്നുള്ളത് സത്യസന്ധമാണ്. ഇതില് വിമർശകർ പറയും പോലെ ഇത്രയും വലിയൊരു നഗരം സൃഷ്ടിച്ചെടുത്താൽ ഇതിനകത്തുള്ള സൗകര്യങ്ങളിൽ താമസിക്കുവാനായിട്ട് ഇത്രയും ജനങ്ങൾ വരുമോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം ലോകത്തിലെ ഏത് മനോഹരമായ നിർമ്മിതി ഉണ്ടായാലും അതിൽ താമസിക്കാനോ അത് കാണുവാനോ അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്ത് പോയി അത് കാണുവാനും അവിടെ കഴിയുവാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് മനുഷ്യർ ഈ ലോകത്തുണ്ട്. ആ ഒരു സാധ്യത മുന്നിൽ കണ്ടു തന്നെ സൗദി അറേബ്യ മുന്നോട്ട് തന്നെ പോകണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നിർമ്മിതിയിലൂടെ സൗദി അറേബ്യയ്ക്ക് നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ തിരിച്ചു പിടിച്ച് ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നായും ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് സുഖകരമായി ജോലിയെടുക്കാൻ കഴിയുന്ന രാജ്യങ്ങളിൽ ഒന്നായും ഏറ്റവും കൂടുതൽ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായും ഒക്കെ സൗദി അറേബ്യ മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് സൗദി അറേബ്യയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്.